ശേഷം റിപ്പോർട്ടിൽ നിന്ന് മേയർ ആര്യ രാജേന്ദ്രനെ ഭർത്താവ് സച്ചിൻ രണ്ടുപേരെയും കുറ്റവിമുക്തരാക്കിയിരിക്കുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രതീക്ഷിച്ചത്? ഇത് നേരത്തെ പ്രതീക്ഷിച്ചതാണ്, ഇങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഇന്നൊരു കേസ്, നമ്മുടെ ഒരു പ്രൈവറ്റ് കേസ് കൊടുത്തേക്കാണ്. 6 പ്രതികൾക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അതായത് ശനിയാഴ്ച പിടിക്കും. 6ാമത്തെ പ്രതി എന്ന് പറഞ്ഞ കണ്ടക്ടറാണ്. 1-ാം പ്രതി മേയർ, 2-ാം പ്രതി സച്ചിൻ ദേവ്, 3-ാം പ്രതി അരവിന്ദ്, അത് നന്ദു എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് 5-ാം പ്രതി എന്ന് പറയുന്നത് 4-ാം പ്രതി ആര്യയും, 5-ാം പ്രതി നമ്മുടെ തമിഴ്നാട്ടിലെ ഒരു രാജീവ് എന്ന് പറഞ്ഞ പയ്യനാണ്. അത് പേര് കിട്ടി, പോലീസ് അത് കണ്ടെത്തിയ. അത് മാത്രമാണ് ഈ കേസിൽ ചെയ്തിട്ടുള്ള പോലീസ്. ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് മേയറിന്റെ സഹോദരനെ മാത്രമാണ്. അന്ന് ഇയാൾ അവിടെ ഉണ്ടായിരുന്നു. എന്താണ് ഇയാൾ അന്ന് ചെയ്തത്? അന്ന് ഇയാളെ ഉണ്ടായിരുന്നതല്ലേ, ഇയാളല്ലേ വണ്ടി കൊണ്ടുവന്ന് ഫ്രണ്ടിൽ സീബ്ര ക്രോസിൽ കൊണ്ടിട്ടിട്ട് നിന്റെ തന്തയുടെ വകയ ചീത്തയൊക്കെ വിളിച്ചതും ഷട്ടി കയറി പിടിച്ച് കയ്യിൽ പിടിച്ച് വലിച്ചു വെളിയിലോട്ട് ഇറങ്ങാൻ പറഞ്ഞു. അങ്ങനെ ഇയാളാണ് ഭൂരിഭാഗം കാര്യങ്ങളും പ്രശ്നം ഉണ്ടാക്കിയതും. ഇദ്ദേഹവും MLA-യും കൂടെയാണ് പ്രശ്നം ഉണ്ടാക്കിയതും. കൂടുതലും പിന്നീട് മേയറാണെന്ന് അറിഞ്ഞൂടാത്തതുകൊണ്ട് എന്നെ അറിയാമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ അന്ന് വിഷയം ഉണ്ടാക്കിയത് അറിഞ്ഞൂടാന്ന് പറഞ്ഞുകൊണ്ടാണ് അന്ന് ഇത്രയും മാത്രം ആയത്. മേയറാണെന്ന് അറിഞ്ഞൂടാ എന്ന് പറഞ്ഞു. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇതിന്റെ ഈ ഹാർഡ് ഡിസ്ക് കാണാതെ പോലെ അതിലൊരു പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന്റെ നിലവിലെ അവസ്ഥ എന്താണ്? മെമ്മറി കാർഡ് പരാതി കൊടുത്തതിൻ്റെ അവസ്ഥകളൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. പോലീസുകാരാണ് അന്വേഷിക്കേണ്ടത്, ഞാനല്ല അന്വേഷിക്കേണ്ടത്. പോലീസുകാർ അന്വേഷിക്കാതെ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനെതിരെ ഞാൻ കേസ് കൊടുത്തിട്ടുണ്ട്. മെമ്മറി കാർഡ് ഇവർ രണ്ടുപേരെയും കുറ്റമുക്തരാക്കിയതിനെതിരെ എന്തെങ്കിലും നടപടി സ്വീകരിക്കുന്നുണ്ടോ? എല്ലാത്തിനും നടപടിയുണ്ട് കേട്ടോ. എല്ലാത്തിനും നടപടി, നമ്മളെല്ലാത്തിനും കേസുപരമായിട്ട് മുന്നോട്ട് തന്നെ പോകും. എന്നുവെച്ചാൽ ഒഴിവാക്കൂല. ഇവർ 5 പ്രതികളുണ്ടെങ്കിൽ 5 അല്ലെങ്കിൽ 6 പ്രതികളുണ്ടെങ്കിൽ 6 പ്രതികളെ നടപടി എടുക്കാൻ വേണ്ടിയിട്ടുള്ള മുന്നോട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യും. അല്ല, KSRTC-ക്ക് അല്ല നമ്മൾ നഷ്ടപരിഹാരം ചോദിച്ചിട്ടുള്ളത്. അന്നത്തെ അന്വേഷണ ഉദ്യോഗസ്ഥനും അന്നത്തെ നമുക്ക് കേസിന് ഒത്തിരി പൈസയായല്ലോ. അന്നത്തെ അന്വേഷണ ഉദ്യോഗസ്ഥനും ഗവൺമെൻറ്റിനുമാണ് നമ്മൾ അന്ന് 1 ലക്ഷം രൂപ ചോദിച്ചിട്ടുള്ളത്. കൂടുതൽ വയ്ക്കാത്ത എന്തെന്ന് നിങ്ങൾ ചോദിക്കും. കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ ഈ 1 ലക്ഷത്തിൻ്റെ പകുതി ബോണ്ട് വയ്ക്കേണ്ടി വരും. അതിന് എൻ്റെ കയ്യിലില്ല. അതുകൊണ്ടാണ് 1 ലക്ഷം. അല്ലെങ്കിൽ ഞാൻ 1 കോടിയും 2 കോടിയൊക്കെ വെച്ചാണ്. പക്ഷേ എൻ്റെ കയ്യിലില്ല. നമ്മൾ സാധാരണ തൊട്ട് ഡെയിലി ഇപ്പം പോലും പ്രൈവറ്റ് ബസ് ലീവ് വേക്കൻസിയാണ് ഓടുന്നത്. KSRTC തിരിച്ചെടുത്തിട്ടില്ല. ഇത്രയും തോന്നിയാസം കാണിച്ച മേയർ MLA ഇപ്പം നല്ലവണ്ണം ജോലി ചെയ്യുന്നുണ്ട്, ജനങ്ങളെ പറ്റിക്കുന്നുമുണ്ട് നല്ല രീതിയിൽ. അപ്പം അതിനൊക്കെ ഒഴിച്ച് ഞാനൊന്നും ചെയ്തിട്ടില്ല. സത്യം പറഞ്ഞാൽ ഞാൻ KSRTC ബസ് ഓടിച്ചിട്ടെന്നുള്ള ഒരു കുറ്റമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. പിന്നെ ഞാൻ BJP കാരനെന്ന് പറഞ്ഞേ, ഞാൻ അന്ന് എല്ലാ ചാനലുകാരുടെ അടുത്തും കാണിച്ചിട്ടുണ്ട്. ഞാൻ CIT യൂണിയനിലുള്ളതാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഒരു കാലങ്ങളിൽ കൊടി പിടിച്ചിട്ടുള്ളതിന് അവർ വേഷം തന്നിട്ടുണ്ട് BJP-ക്കാരെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് നല്ല രീതിയിൽ എനിക്ക് എന്തായാലും ഇപ്പോൾ ഒരു പാർട്ടിയില്ല. ഇപ്പോൾ ജീവിതം ഇങ്ങനെയാണ്. എന്തെന്ന് വെച്ചാൽ എൻ്റെ ജീവിതം ഇതേപോലെ പ്രൈവറ്റ് ബസ് ഓരോ തവണയും ഓടി, അല്ലെങ്കിൽ നമുക്ക് ഫിക്സഡ് ആയിട്ട് ഒരു എമൗണ്ട് ലേറ്റായിട്ടായാലും കിട്ടിക്കൊണ്ടിരുന്നതാണ്. മോൻ്റെ പഠനത്തിനായാലും ഭയങ്കര ബുദ്ധിമുട്ടിലാണ്. മേയർ ഇപ്പോൾ യഥേഷ്ടം ജോലി ചെയ്തു, ഇപ്പോൾ അവർക്ക് ശമ്പളം കിട്ടുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഈ പറയുന്നതെന്ന് വെച്ചാൽ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുമ്പോൾ പാവങ്ങളുടെ പാർട്ടി എന്നാണ് പറയുന്നത്. പക്ഷേ നല്ല രീതിയിലുള്ള ദ്രോഹം ചെയ്തിട്ടുണ്ട്. ഈ ഇപ്പം ആംഗ്യം പറഞ്ഞില്ലേ, അപ്പോൾ ആംഗ്യം പറയുമ്പോഴത്തേക്ക് എനിക്കും അമ്മയും കുഞ്ഞമ്മയും വല്യമ്മയും എല്ലാവരും കുടുംബം ആയിട്ട് ജനിച്ചതാണ് ഞാനും. അപ്പോൾ ഈ ആംഗ്യം സ്ത്രീകളെ കാണിച്ചെന്ന് പറഞ്ഞ് ഭയങ്കര ഇതിൽ പ്രതിഷേധവും കാര്യങ്ങളുമായിരുന്നു ഈ മേയർ ഉന്നയിച്ചത്. അപ്പം ഞാൻ ഈ ആംഗ്യം കാണിച്ചെന്ന് പറയുന്ന മേയർ ഉന്നയിച്ച കാര്യങ്ങൾ ഈ പറയുന്ന കേട്ട് കഴിഞ്ഞാൽ നമ്മളെ ഇപ്പം അധിക്ഷേപിച്ചതിനും ചാനലുകളിൽ കൂടെ എല്ലാവരും എന്നെ അധിക്ഷേപിച്ച കാര്യങ്ങളുണ്ട്. ഇവൻ ആംഗ്യം കാണിക്കുന്നവനാണ്, ഇവൻ പെണ്ണുങ്ങളെ വിരോധിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് ഈ മാനവും നാണവും ഇല്ലാതെ സ്ത്രീയൊക്കെ മാത്രമേ ഉള്ളൂ എന്നുള്ളത്. ആവശ്യത്തിന് വേണം, എല്ലാവർക്കും വേണം, പക്ഷെ ദുരുപയോഗം ചെയ്യുകയാണ് ബാക്കിയുള്ളവരുടെ പേരിൽ. അപ്പോൾ ഇനി അടുത്ത് എന്തെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും ആരെങ്കിലും ചോദിക്കുന്നുണ്ടോ? കൊടുത്ത കംപ്ലയിൻറ്റ് പുറത്ത് കേസ് എടുത്തിട്ടില്ലായിരുന്നു. പിന്നെയാണ് നമുക്ക് കോടതിയെ സമീപിച്ച് FIR എടുപ്പിക്കേണ്ടി വന്നത്. ആ സമയം നമുക്കറിയാം ഈ പറയുന്ന കേസിൻ്റെ അന്വേഷണം ഏതുവരെ പോകുമെന്നും എങ്ങനെയൊക്കെ ഈ കേസ് അട്ടിമറിക്കപ്പെടുമെന്നും അന്ന് തന്നെ പറയാം. അന്നത്തെ എൻ്റെ പഴയ ചാനലുകളിൽ അല്ലെങ്കിൽ ഇൻ്റർവ്യൂ നോക്കിയാൽ അറിയാം എന്ത് സംഭവിക്കുന്നത്. അത് അക്ഷരാർത്ഥത്തിൽ അതുപോലെ തന്നെ സംഭവിച്ചു. ഒരു 5 പേർ സഞ്ചരിച്ച കാറിനകത്ത് നടന്ന ഒരു ഒഫൻസിൽ ഒരു ആളെ മാത്രം പ്രതിയാക്കി ബാക്കി 4 പേരെ ഒഴിവാക്കിയിട്ടാണ് ചാർജ് ഷീറ്റ് ഫയൽ ചെയ്തിരിക്കുന്നത്. അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് നമ്മളിപ്പോൾ സ്വകാര്യ അന്യായം കോടതി മുഖാന്തരം ഫയൽ ചെയ്തിട്ടുണ്ട്. അത് കോടതി ഫയലിൽ സ്വീകരിച്ചു.
6 പേരാണ് ഇപ്പോൾ പ്രതി. അതിനകത്ത് 6ാം പ്രതിയായിട്ട് കാണിച്ചിരിക്കുന്നത് ബസ്സിൻ്റെ കസ്റ്റോഡിയനായ കണ്ടക്ടറാണ്. അതിന് കാരണം 10:30 ഇദ്ദേഹത്തിനെ കസ്റ്റഡിയിലെടുത്ത് കഴിയുമ്പോൾ ബസ്സിൻ്റെ കസ്റ്റോഡിയനായിട്ട് ബസ്സിലുണ്ടായിരുന്ന ആൾ കണ്ടക്ടറാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ മെമ്മറി കാർഡിൻ്റെ നഷ്ടം അല്ലെങ്കിൽ എവിടെ നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതിന് ഉത്തരം പറയേണ്ട ബാധ്യസ്ഥത ഈ പറയുന്ന കണ്ടക്ടർക്കുണ്ടാവും. തമ്പാനൂർ പോലീസ് ഇതുമായി ബന്ധപ്പെട്ടൊരു കേസ് 201 IPC പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ നാളിതുവരെയായിട്ടും യാതൊരു അന്വേഷണവും അതിൽ നടന്നിട്ടില്ല. അതുപോലെ തന്നെ മേയർ വാദിയായിട്ടൊരു കേസുണ്ടായിരുന്നു. അതിലും അന്വേഷണം പ്രോപ്പറായിട്ട് ഇതുവരെ നടന്നിട്ടില്ല. പക്ഷേ ധൃതി പിടിച്ച് അവരെ സർവീസിൽ നിന്നും കുറയുന്നതിന് അല്ലെങ്കിൽ ഒഴിവാകുന്നതിന് മുമ്പ് തന്നെ അവരെയും അവരുടെ ഭർത്താവിനെയും സഹോദരൻ്റെ ഭാര്യയെയും ഒഴിവാക്കിക്കൊണ്ട് ഒരു കുറ്റപത്രം ഫയൽ ചെയ്തത് ഇത് വെറും രാഷ്ട്രീയമാണ്. രാഷ്ട്രീയം ബേസ് ചെയ്തുകൊണ്ട് മാത്രമാണ് ഈ കേസിൻ്റെ അന്വേഷണം അട്ടിമറിക്കപ്പെട്ടത്. അത് നമ്മൾ കോടതിയിൽ ചലഞ്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ.